എല്ലാവർക്കും ഫുഡ് പ്രാന്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ചോക്കോ ബ്രൗൺ എന്നൊരു ബേക്കറി കം ഒരു പ്രൊഡ്യൂസിങ് യൂണിറ്റിലാണ്. അപ്പോൾ എനിക്ക് ഇവരെ പറ്റി അറിഞ്ഞപ്പോൾ കൂടുതൽ പറയാൻ തോന്നിയൊരു കാര്യം, രക്ഷപ്പെടാനാണെങ്കിൽ ഒരുപാട് അവസരങ്ങളുണ്ട് സജ്ജീവ്, കണ്ടുപിടിച്ചാൽ മതി എന്നുള്ളതാണ്. കാരണം ഇവർ ഫാമിലി ആയിട്ട്, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ്. അത് ചെറുതായിട്ട് ഇവർ ഇതിനു മുന്നേ ഒരു 7 വർഷങ്ങൾക്ക് മുമ്പ്, 10 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടപ്പുറമായിട്ടാണ് ഇത് തുടങ്ങിയത്. ഇപ്പോൾ ഒരു 7 വർഷമായിട്ടുണ്ട് അവർ ഇങ്ങോട്ട് മാറിയിട്ട്. അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങളിത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ കഥ എന്താണെന്ന്, എങ്ങനെയാണ് ഈ ഒരു 2 മണിയാകുമ്പോൾ ഇവിടുത്തെ തിരക്കെന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. കാരണം ഇവർക്ക് ഉള്ളത് എന്താ പറയുക, ഡോണറ്റ്സ് ആണ്, പിന്നെ ക്രീം ബൺസ്. ഈ 2 പ്രോഡക്റ്റ് വെച്ച് എങ്ങനെയാണ് ഇത്ര ആൾക്കാരെ ഈ ഒരു ബ്രാൻഡിൻ്റെ കീഴിൽ കൊണ്ടുവന്നതെന്നുള്ളൊരു കഥയുണ്ടല്ലോ. ആ സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ നശിക്കാൻ നമുക്ക് അവരിലേക്ക് തന്നെ പോകും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ 2 പ്രൊപ്പറേറ്റർ കം ഇതിൻ്റെ ഓണേഴ്സ് ആണ്. അപ്പോൾ ലവ്ലി ചേച്ചി സഞ്ജീവേട്ടനാണ്. എത്ര വർഷം ഞാനിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ ഇത് ഫാമിലി ബിസിനസ് ആണ് ഇതാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്നായപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും ലാസ്റ്റ് ആണ് പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു സംഭവം നിങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ചേട്ടൻ്റെ ഫ്രണ്ടായിരുന്നു, അവൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടെ പാലത്തിൻ്റെ അവിടെയാണ്, ആ പള്ളിയുടെ അവിടെ സ്റ്റാർട്ട് ചെയ്ത് ചെറിയൊരു ബിസിനസ്സായിട്ട് അവൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവന് അങ്ങോട്ട് നടത്താൻ ഇത്തിരി ബുദ്ധിമുട്ടായപ്പോൾ അവൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് അവൻ ഡൽഹിക്ക് മുങ്ങി. അല്ല, ഡൽഹി അല്ല, ദുബായിക്ക് മുങ്ങി. ദുബായിക്ക് പോയി. ഞങ്ങൾ ഏറ്റെടുത്ത് ആകെ ഇത്തിരി ടൈറ്റായിരുന്നു, ബുദ്ധിമുട്ടി നല്ലോണം. അത് കഴിഞ്ഞിട്ടാണ് ഓക്കെ ആക്കി എടുത്തത്. നമുക്ക് ഇതിനൊരു ആൾക്കാരിലേക്ക് എത്തിക്കേണ്ട പരിപാടി നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും തുടങ്ങിയത്? ഞങ്ങൾ സത്യം പറഞ്ഞാൽ മൗത്ത് പബ്ലിസിറ്റി ആണ്, ചേട്ടന് അതാണ് ഇഷ്ടം പറഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്ത. ഇവിടെ അർക്കാക്കടവിൽ തുടങ്ങിയപ്പോൾ അർക്കാക്കടവിൽ ആൾക്കാരെണ്ണ തമ്മിൽ പറഞ്ഞ് ഇത്തിരി ദൂരത്തിന് ആൾക്കാർ വരാൻ തുടങ്ങി. നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു കേക്കൊക്കെ ആയിരുന്നേ. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു നമ്മ. ഇപ്പൊ ചെയ്യുന്നില്ല, ഇപ്പൊ ഇതില് മാത്രമോ കോൺസെൻട്രേഷൻ. ട്രൈ ചെയ്യാന്നുള്ളതാണ്. കാരണം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റില് വളരെ എന്താണ് ഒതന്റിക് ആയിട്ടുള്ള സാധനം കിട്ടും. അതും ചേട്ടൻ്റെ വെജിറ്റബിൾ റെസിപ്പീസ് ഒക്കെ വെച്ചിട്ട് എഗ്ലെസ് ആയിട്ടുള്ള, അത് ആളുകൾക്ക് അറിയാമോ? മീൻസ് അങ്ങനെ ഒരു എഗ്ലെസ് ആരെങ്കിലും ചോദിച്ചാൽ പറയുന്നുള്ളൂ, ചിലര് മാത്രം ചോദിക്കുള്ളൂ. അതിജീവിച്ചങ്ങ് പോയാൽ നടക്കും പരിപാടി. പറ്റും. പുള്ളിക്ക് ചിലപ്പോ ഞാനും കൂടി അല്ലായിരുന്നു. ചിലപ്പോ പുള്ളി ചില സമയത്ത് പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഇനി നമുക്ക് മുടക്കണ്ട, ഇനി നമുക്ക് മതി, അങ്ങനെയൊക്കെ ചില സമയത്ത് പുള്ളിയുടെ ഞാൻ പറയും ഒന്ന് ട്രൈ ചെയ്യാം, ഇനിയും കൂടി ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നതാണ്. അത് പുള്ളിയുടെ കൂട്ടുകാരനെ ഇട്ടിടാ, ഷഹജഹാൻ. പിന്നെ പുള്ളി പറഞ്ഞ് അത് മാറ്റണ്ടെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ എൻ്റെ പേരിടാന്ന്. ഇവിടുത്തെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള 3 ഐറ്റങ്ങൾ ഇട്ടുണ്ട്. ഡാർക്ക്, മിൽക്ക്, വൈറ്റ് ചോക്ലേറ്റ്. അങ്ങനത്തെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്ന ഡാർക്കാണ് അവിടെ. കാണുമ്പോൾ ഒരു ഹോം മെയ്ഡ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. നിറച്ച ആൾക്കാരാണ് വെളിയിൽ കേട്ടോ. അധികം ഒന്നും പറയണ്ട, തിന്നു നോക്കാം, അതാണ് എനിക്ക് പറയാനുള്ളത്. ക്യാമറ നിനക്ക് വേണ്ട, ആരും വേണ്ട. ഓക്കെ, ഡാർക്ക്. ഓക്കെ, അടിപൊളി. ഇനിയിപ്പം മിൽക്ക് ചോക്ലേറ്റ് കഴിച്ച് നോക്കാം. അത് ഇതിനകത്ത് ഇങ്ങനെ ഭയങ്കര ക്രഞ്ചി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ചൂടോടെ വന്ന ആൾക്കാർ മേടിക്കുന്നത് എനിക്ക് തോന്നുന്നു. സോഫ്റ്റ് ആണ്. ഓക്കെ,
അടുത്തത് വൈറ്റ് ചോക്ലേറ്റ്. ഇത് അടിപൊളിയായിട്ടുണ്ട്. മിൽക്ക് ചോക്ലേറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കൊന്ന് ഓരോരുത്തർക്ക് ഫ്ലേവർ അനുസരിച്ചാണ് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ മൂവിങ് ഡാർക്കാണ്, പക്ഷേ എനിക്ക് മിൽക്ക് ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ട സാധനം. ഒരു പ്രാവശ്യം ഇവിടെ ഒന്ന് കഴിച്ചു നോക്കാം. ഓൾറെഡി വൈറലാണ്, നിങ്ങൾക്കറിയാം. മുതലാണ് 30 രൂപയ്ക്ക് എന്തായാലും വെർത്തായിട്ടുള്ളൊരു സാധനം. അതിന് മേളിലോട്ടും വെർത്തായിട്ടുള്ളൊരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ വന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറമാനും കൂടെ ബാക്കിൽ തിന്ന് നിൽക്കണം.